ഹലോ മഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പഠിത്തമൊക്കെ നന്നായിട്ട് പോകേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുന്നിൽ ഇത്രയും ഫൈൻഡ് ദ ആർ ഇക്വാലൻ്റ് അക്രോസ് ദ ടെർമിനൽ എ ആൻഡ് ബി. ഓക്കെ, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ ആർ ഇക്വാലൻസ് കണ്ടുപിടിക്കണം കേട്ടോ. വളരെ പോപ്പുലറായിട്ടുള്ള ക്വസ്റ്റ്യനാണത് കേട്ടോ, വളരെ പോപ്പുലറായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതാണ് എ ബി എന്ന് പറയുന്ന ടെർമിനൽ കേട്ടോ. ഇതിന് അക്രോസ് ഉള്ള ആ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആർ എ ബി ഓർ ആർ ഇക്വാലൻ്റ് കേട്ടോ. ആർ ഇക്വാലൻ്റ് കണ്ടുപിടിക്കണം കേട്ടോ. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ചെയ്യാം. സോ കുറേ റെസിസ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇതൊരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും അക്രോസ് റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. 1 ohm. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് നോക്കിക്കേ, ഇതാ ഈ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതാ ഈ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവ വീണ്ടും ഇതിൻ്റെ എല്ലാം റിപ്പീറ്റേഷനാണ് അല്ലേ. ഈ ഒരു ഭാഗത്തിൻ്റെ റിപ്പീറ്റേഷനാണ് പിന്നെ കാണുന്ന എല്ലാ ഭാഗങ്ങളും. കറക്റ്റ് അല്ലേ? ഈ ഒരു ഭാഗം പറഞ്ഞതാ ഇത് ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഭാഗം. അത് കഴിഞ്ഞാൽ കാണുന്ന എല്ലാം ഇതിൻ്റെ റിപ്പീറ്റേഷൻ. നോക്കിക്കേ, ഇതിൻ്റെ റിപ്പീറ്റേഷൻ അങ്ങനെ ഇൻഫിനിറ്റ് വരെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്യൂട്ടിനെ ഞാൻ വേറൊരു രീതിയിൽ റീഅറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, വിച്ച് ഈസ് ഇക്വാലൻ്റ് ടു ഈ പോർഷൻ വരെയുള്ളത് ഞാൻ അതുപോലെ തന്നെ എഴുതി 1 ohm. ബാക്കി വരുന്ന എല്ലാ ഭാഗത്തിൻ്റെയും കൂടി ചേർത്തി ഇതെല്ലാം ഇതിന് പാരലായിട്ടല്ല വെച്ച് കിടക്കുന്നത് അല്ലേ. ഈ ഒരു സർക്യൂട്ടിന് പാരലായിട്ടാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കിടക്കുന്ന ഒരു ഫീൽ വരുന്നത്. സോ ഇതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് ഞാൻ ജസ്റ്റ് ആർ എന്നെടുക്കുന്നു. അപ്പോൾ എനിക്ക് നോക്കിക്കേ, എൻ്റെ വേറൊരു മാറ്റം ഈ ഒരു സർക്യൂട്ടിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആർ എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും വലിയൊരു ഇൻഫിനിറ്റ് ലെങ്ത്തിൽ കിടക്കുന്ന ഒരു റെസിസ്റ്റൻസുകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ ഈ ആർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആർ ഇതിനകത്തോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ആറ് തന്നെ ആയിരിക്കും അല്ലേ. കറക്റ്റാണ്. ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ പണ്ട് ആർ ഇക്വാലൻ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫീൽ ചെയ്തു. ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കാണുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറ് തന്നെയാണ്. കാരണം ഇത്രയും വലിയ റെസിസ്റ്റൻസുകൾ പാരലായിട്ട് നിർത്തിയിട്ട് ഇൻഫിനിറ്റ് ലെങ്ത്തിലേക്ക് പോയിരിക്കുകയാണ്. അതിന് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, ഈ 1 ഈ റെസിസ്റ്റൻസിൻ്റെ ഈ കോമ്പിനേഷനായിട്ട് ഈ ആറ് വന്നു കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അത് നിയർലി ഈക്വൽ ടു 6 തന്നെയായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്കും. 6 × 1 ഡിവൈഡ് ബൈ 1 + 6 എത്ര കിട്ടി? 6 ഡിവൈഡ് ബൈ 1 + 6. അതിൻ്റെ കൂടെ ഈ 1 കൂടി സീരീസ് ആയിട്ട് ആഡ് ചെയ്യുന്നു. 6 ഡിവൈഡ് ബൈ 1 + 6 + 2 എന്ന് വരും. ഈ 6 എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഈ 1 ohmനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വളരെ ഹൈ ആണ്. ബിക്കോസ് ഇത് ഇൻഫിനിറ്റ് ലെങ്ത് വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് എടുക്കരുത് കേട്ടോ. ഇൻഫിനിറ്റി എന്നെടുത്ത് പറഞ്ഞാൽ ഇവിടെ ഒരു മാഗ്നിറ്റ്യൂഡ്, മെഷറബിൾ ആയിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടില്ല. ബട്ട് ദിസ് ആർ വാല്യൂ വിൽ ബി വെരി ഹൈ. വി ക്യാൻ അസ്യൂം ദാറ്റ് വേ. ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലെങ്ത് വരെ ഇങ്ങനെ പോയിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ശൃംഖല, ഒരു റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ആർ ഈസ് വെരി ഹൈ വിത്ത് റെസ്പെക്ട് ടു കമ്പയർഡ് ടു 1 ohm. ഈ 1 ohm ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആർ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു പാമ്പിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നിങ്ങളുടെ മുന്നിൽ കാണും. ഓക്കെ, ഒരു തല മാത്രം കാണുന്നു. പാമ്പ് ഇൻഫിനിറ്റ് ലെങ്ത് വരെ നീണ്ടു കിടക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും നിങ്ങൾക്ക് കാണുന്നത് ആ ഇൻഫിനിറ്റ് ലെങ്ത് ആയിരിക്കും അല്ലേ. ഈ ചെറിയ തലയാണോ നിങ്ങളുടെ മുന്നിൽ പെടുക? അല്ല. ഈ തല നോക്കിയിട്ട് നമ്മളൊരിക്കലും അയ്യോ എന്ന് പറയില്ല. ആ പാമ്പിൻ്റെ ലെങ്ത് അറ്റം വരെ നീണ്ടു കിടക്കുന്നത് കണ്ടിട്ടാണ് അയ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അയ്യോ എന്ന് പറയിപ്പിക്കുന്ന ആ ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആ പാമ്പിൻ്റെ ഇൻഫിനിറ്റ് ലെങ്ത് വരെ നീണ്ടു കിടക്കുന്ന ലെങ്ത്താണ്. സോ എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നു അയ്യോ, ആ ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഇൻഫിനിറ്റ് ലെങ്ത്, ദാറ്റ് ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ്, ഇവിടെ ആർ. സിമ്പിൾ, അങ്ങനെ ആലോചിച്ചാലും മതി. സോ എനിക്കിവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ആരാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും ദിസ് ആർ വിൽ ബി ഈക്വൽ ടു, എനിക്കിങ്ങനെ എഴുതിക്കൂടെ, ഓർ ആർ എ ബി ഓർ ആർ വിൽ ബി ഈക്വൽ ടു ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ എഫക്റ്റീവ് കോമ്പിനേഷൻ എന്താണ്? 1 + 6 അല്ലേ. R × 1 / 1 + 6 + 2. കറക്റ്റാണ്.
ഇത് രണ്ട് സീരീസ് അല്ലേ, ഇത് പാരലൽ, അതിന് ഇത് രണ്ടും സീരീസാണ് ആറിൻ്റെ വാല്യൂ. സോ വിൽ ബി ഈക്വൽ ടു നത്തിങ് ബട്ട് എനിക്ക് എഴുതാൻ പറ്റും ആർ പ്ലസ് 2 × 1 + r. കറക്റ്റാ? ഡിവൈഡ് ബൈ 1 + r. കറക്റ്റ് അല്ലേ? വിച്ച് ഇസ് നത്തിങ് പ്ലസ് r × 2 + 1 + 3r കിട്ടും അല്ലേ? 2r + r എന്ത് കിട്ടും? 3r + 2 ഡിവൈഡ് ബൈ 1 + r അല്ലേ? സോ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും r + r² = 3r + 2 അല്ലേ? സോ എനിക്ക് എഴുതാൻ പറ്റും r² - 2r - 2 = 0. ഇതിനൊന്ന് സോൾവ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. -b പറയുമ്പോൾ 2 ± √r വാല്യൂ ഉണ്ട് കണ്ടുപിടിക്കണേ. √b² - 4ac 4 × 2 whole divided by 2. So which is nothing but -2 + 2 ആണ് അല്ലേ? +2 ± √4 + 8 എത്ര കിട്ടും മക്കളെ? 12 അല്ലേ? 12 ഡിവൈഡ് ബൈ 2. സോ ഞാൻ ഇതിന് മാത്രം കണ്ടിക്കെടുക്കുകയാണ് കേട്ടോ. വിച്ച് ഇസ് നത്തിങ് ബട്ട് r = 2 ± √4 × 3 നോക്കിയാൽ കൂടെ 12 ഡിവൈഡ് ബൈ 2 വിച്ച് ഇസ് നത്തിങ് ബട്ട് -2 +2 ± 2 √3 ഹോൾ ഡിവൈഡ് ബൈ 2. ഓർ എനിക്ക് എഴുതാൻ പറ്റും ആറിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് സിംപ്ലി 2 + 1 അല്ലേ? 2 കോമൺ ആയിട്ട് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ 1 + √3 ഓ. സോ ദിസ് ഈസ് അവർ ആർ വാല്യൂ. ഇതാണ് നമ്മുടെ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. വളരെ എക്സലൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. വളരെ എക്സലൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ പ്ലീസ് നോട്ട് ഇറ്റ്. സോ നമ്മുടെ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ സി ആണ്, 1 + √3 Ω. സോ 1 + √3 Ω നമുക്ക് ഫൈനലി കിട്ടി. വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ തിങ്ക് സോ അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ദിവസത്തേക്ക് പോകാലോ മക്കളെ? അടുത്ത ദിവസത്തേക്ക് പോകാലോ? ഓക്കെ, okay, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. A conductor of length 100 cm moves right angles to a magnetic field of flux density 2 Wb/m² with the velocity of 25 m/s. The induced EMF in the conductor will be dash. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. വലിയ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിലും ഇതെല്ലാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കാം. A conductor of length 100 cm അല്ലേ? L is equal to 100 cm. Okay, which is nothing but 100 × 10⁻² meter. കറക്റ്റ് അല്ലേ? ഓക്കെ, മൂവ്സ് റൈറ്റ് ആംഗിൾസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. റൈറ്റ് ആംഗിൾസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് തീറ്റ is equal to 90 degree. ഫൈൻ. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ബി എത്രയും തന്നിട്ടുണ്ട്? 2 Wb/m² ആണ്. ഫൈൻ. ഓക്കെ, ഇത് നോട്ടെ, നല്ല കാര്യം. അടുത്തത് വിത്ത് എ വെലോസിറ്റി ഓഫ് 25 m/s v is equal to 25 m/s. എല്ലാം സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് ആക്കാൻ ശ്രമിക്കണം. ദ ഇൻഡ്യൂസ്ഡ് EMF E is equal to എത്രയെന്ന് കണ്ടുപിടിക്കണം. വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഒരു കണ്ടക്ടർ സപ്പോസ് L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ കേട്ടോ, L ലെങ്ത് ഉള്ള കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. മാഗ്നറ്റിക് ഫീൽഡ് കൂടെ മൂവ് ചെയ്യണം വിത്ത് വെലോസിറ്റി v ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ കണ്ടക്ടർ E is equal to BVL sin θ വോൾട്ട് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ബേസിക് ഇക്വേഷൻ. You already studied in +2, right? +1 or +2. So direct equation ആണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. E is equal to BLV sin θ. കറക്റ്റ് അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബിയുടെ വാല്യൂ 2 ആണ്, എല്ലിൻ്റെ വാല്യൂ 100 × 10⁻² ആണ്, ഇൻറ്റു BLV വെലോസിറ്റി എത്രയാണ് മക്കളെ? 25 ആണ്, ഇൻറ്റു sin θ എത്രയാണ്? sin 90 എത്രയാണ്? 1 ആണ് അല്ലേ? സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 × 2 50 അല്ലേ? 50 5000 ആയി. ഇത് ഇൻറ്റു 10⁻² കൂടി ആയി. ഈ -2 2 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 50 വോൾട്ട്. ഫൈൻ. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 50 വോൾട്ട് ആണ് അല്ലേ? ഫൈനൽ ആൻസർ എന്താണ്? ഇതിൻ്റെ 50 വോൾട്ട് ആണെന്ന് ഓർത്തിരിക്കാം. അടുത്ത ദിവസത്തിലേക്ക് കടന്നാലോ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി 50 വോൾട്ട്. അടുത്ത ദിവസത്തിലേക്ക് കിടക്കാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അടുത്ത ദിവസം നോക്കിയാൽ ഫൈൻഡ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഫൈൻഡ് ദ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം കേട്ടോ. നോക്കാം.
നോക്കാം. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? ഈ എക്കും ബിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ എക്കും ബിക്കും ഇടയിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൻ്റെ ആർ ഇക്വാലൻ്റ് അല്ലെങ്കിൽ തെവെനിൻ ഇക്വാലൻ്റ് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ആർ ഇക്വാലൻ്റ് അല്ലെങ്കിൽ തെവെനിൻ ഇക്വാലൻ്റ് രണ്ട് ടെർമിനൽ അക്രോസ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ തെവെനിൻ ഇക്വാലൻ്റ് ഈസ് നത്തിങ് ബട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഒരു സർക്യൂട്ടിനെ മൊത്തം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസിനാണ് നമ്മൾ തെവെനിൻ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിൻ്റെയും ഇക്വാലൻ്റ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ തെവെനിൻ ഇക്വാലൻ്റ് എന്നുള്ളൊരു പേര് കൊടുക്കുക. എപ്പോഴും ഒരു സർക്യൂട്ടിനെ നമ്മൾ തെവെനിൻ ഇക്വാലൻ്റ് സർക്യൂട്ട് അല്ലെങ്കിൽ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, സോഴ്സുകൾ ഉണ്ടാവുമല്ലോ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടാവുമല്ലോ. ഈ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് നിങ്ങൾ നോക്കണം. സോ ഒരു കറണ്ട് സോഴ്സിനെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഓപ്പൺ ചെയ്യുക എന്നാണ് അർത്ഥം. അതിന് ഓപ്പൺ ചെയ്യാമെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഈ പോർഷൻ മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. ഈ എക്കും ബിക്കും ഇടയിലുള്ളത് കണ്ടുപിടിക്കുന്നത് നമ്മൾ നോക്കിക്കേ. ഈ എനെ അടുത്ത് ഞാനിങ്ങനെ പിടിച്ചിങ്ങനെ മുകളിലേക്ക് വലിക്കാൻ ഉദ്ദേശിക്കുന്നു, ഈ ബീനെ അടുത്ത് ഞാനിങ്ങനെ പിടിച്ചിങ്ങനെ മുകളിലേക്ക് വലിക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഈ 6 ഉം 4 ഉം സീരീസ് ആവും, ഈ 2 ഉം 2 ഉം സീരീസ് ആവും, ടോട്ടൽ കോമ്പിനേഷൻ പാരലൽ ആവും. വിച്ച് മീൻസ് ദ സെയിം തിങ് വി ക്യാൻ ഒബ്സർവ് ലൈക്ക്, നോക്കിക്കേ മക്കളെ, 4 ഓമും 6 ഓമും സീരീസ് ആവും ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ. ഈ ബീനെ എങ്ങനെ പിടിച്ച് വലിച്ചു, ഈ ബേനെ ഞാനിങ്ങനെ പിടിച്ച് വലിച്ചു കേട്ടോ. അപ്പോൾ എയിൻ്റെ അറ്റം എ അല്ലേ, ശരി. ഈ 6ൻ്റെ ഈ അറ്റം ബി അല്ലേ, അപ്പോൾ ഞാൻ ബി എഴുതി മാർക്ക് ചെയ്തു. ഇനി സെയിം തിങ് ഇവിടെയും സംഭവിക്കും അല്ലേ. ഇനി നോക്കിക്കേ, ഇവിടെ എന്തായി? ഈ 2 ഓമും ഈ ഒരു 2 ഓമും ഇങ്ങനെയായി. ഇപ്പോൾ എനിക്ക് എങ്ങനെ കാണാൻ പറ്റും? എക്കും ബിക്കും ഇവിടെയും നോക്കിക്കഴിഞ്ഞാൽ 6 4 10 അല്ലേ, കറക്റ്റ് അല്ലേ? 10 10 ഓമും പാരലൽ ടു 4 ഓം, കറക്റ്റാ? 10 ഓം പാരലൽ ടു 4 ഓമാണ് ഇവിടെ RAB എന്ന് പറയുന്നത്, കറക്റ്റ് അല്ലേ? സോ വിച്ച് ഈസ് നത്തിങ് ബട്ട് 40/14, കറക്റ്റ് അല്ലേ? അല്ലേ? സോ വിച്ച് ഈസ് നത്തിങ് ബട്ട് 20/7. സോ എത്ര കിട്ടും? 20/7 പറയുമ്പോൾ 7 3 21 അല്ലേ? ഇപ്പോൾ 20/7 ഒന്ന് നോക്കിക്കേ നിങ്ങൾ. 7 2 14, 7 2 14, 14 6 20, 60, 7 56, 2.8 ohm അല്ലേ? So that is the final answer. So RAB will be 2.8 ohm nearly. So that is option. Correct നോക്കണേ, 2.86 കൂടി കിട്ടും കേട്ടോ. സോ 2.86 ohm കൂടി കിട്ടും. നമുക്ക് 2 ഡിജിറ്റ് മതിയല്ലോ. 2.8 56. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നോ പ്രോബ്ലം. 2.8 is the final answer. No problem. Okay. So option D will be 2.86 ohm. എക്സാക്ട് ആൻസർ പറയുകയാണെങ്കിൽ ഓപ്ഷൻ D ആണ് 2.86 ohm RAB. അടുത്ത ദിവസത്തേക്ക് പോയാലോ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് V is equal to 230 sin 100 pi t volt is given to a converter and current drawn by the converter is I is equal to 20 sin 100 pi t minus pi by 3 plus 10 sin 300 pi t plus 45 plus 2 sin 700 pi t minus pi by 3 ampere. Find the power P എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഫൈൻഡ് ദി പവർ പി. നമുക്ക് ആക്റ്റീവ് പവർ കണ്ടുപിടിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നതാണ് V is equal to തന്നെ നമുക്കൊന്ന് ആദ്യം ഒന്ന് ഭംഗിയായിട്ട് എഴുതാം. V is equal to 230 into sin of 100 pi t, കറക്റ്റ് അല്ലേ? അത്രയും വോൾട്ട്സ് ആണ്. I is equal to എന്ത് കിട്ടി? I is equal to നോക്കാം, 20 sin of 100 pi t minus pi by 3, okay fine, plus 10 sin of 300 pi t plus 45 degree, okay fine. അടുത്തത് plus 2 sin of 700 pi t minus pi by 3. ഇത്രയും ആംപിയർ ആണ് കറണ്ട് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആക്റ്റീവ് പവർ ആയിട്ടുള്ള പി ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ആക്റ്റീവ് പവർ ആയിട്ടുള്ള പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് നമ്മളോട് ശ്രദ്ധിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു സൈനുസോയ്ഡൽ വോൾട്ടേജും കറണ്ടിൻ്റെയും ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എപ്പോഴും ആക്റ്റീവ് പവർ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസികൾ തമ്മിൽ, അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി ഏതാണോ അതേ ഫ്രീക്വൻസിയിലുള്ള കറണ്ടിൻ്റെ കമ്പോണൻറ്റുകൾ മാത്രമേ ആക്റ്റീവ് പവർ ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പറയുന്നത് ഹാർമോണിക്സ് ആണ്. അതിൻ്റെ ഈ ഹാർമോണിക്സിന് നമുക്ക് വാട്ട് മീറ്റർ മെഷർ ചെയ്യുന്നൊരു മെഷറബിൾ പവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. ബട്ട് ദിസ് ഹാർമോണിക്സ് വിൽ ഡെഫിനറ്റ്ലി പ്രൊഡ്യൂസ് ഹീറ്റ്, ബട്ട് ദാറ്റ് ഹീറ്റ് കനോട്ട് ബി മെഷേർഡ് ഡയറക്ട്ലി ബൈ യൂസിങ് എ വാട്ട് മീറ്റർ ഓർ സംതിങ്.
or that is not a useful amount of power or useful amount of work done. That is called a loss component, and that loss will be very negligible compared to the total measurable watt. Total measurable watt to compare, that losses will be very, very less, because harmonics will produce a core losses. We know that a core loss will be proportional to or something which is connected to frequency. Eddy current loss is frequency square, hysteresis loss is frequency directly proportional. So that harmonics will produce definitely a loss component. That loss component is nothing but a heat component. Or a heat in the loss component produce that heat component is a measurable quantity or direct wattmeter which is connected to the power is active power, useful amount of power. That power can be only contributed by E voltage corresponding ആയിട്ടുള്ള അതിൻ്റെ കറണ്ടിൻ്റെ ഫ്രീക്വൻസി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 100 പൈ ടി എന്ന് പറയുന്ന ഇതാണ് ഇതിൻ്റെ ഒമേഗ എന്ന് പറയുന്ന ഈ ടേം, അല്ലെ ഉള്ളിലുള്ള ടേം, അല്ലെങ്കിൽ 100 പൈ ആണ് ഇവിടുത്തെ ഫ്രീക്വൻസി. ഇവിടുത്തെ ആംഗുലർ ഫ്രീക്വൻസി എന്നതിന് ഒമേഗ = 100 പൈ ആണ്. അപ്പോൾ ഈ 100 പൈ ഉള്ള കറണ്ടിൻ്റെ ടേമിന് മാത്രമേ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളൂ, ആക്റ്റീവ് പവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളൂ എന്ന് മാത്രം നിങ്ങൾ ഓർത്തിരിക്കാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 100 പൈ ടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്ക് മാത്രമാണ്? ഈ കമ്പോണൻറ്റിന് മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും ഇതാണ് എൻ്റെ വി എം, ഇതാണ് എൻ്റെ ഐ എം. സോ എനിക്ക് എഴുതാൻ പറ്റും പി സിക്കൾ എത്രയാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സോ എനിക്ക് എഴുതാൻ പറ്റും വി എം = 230 ആണ്, ഐ എം = എത്രയാണ്? 220 ആണ്. സോ ഡെഫിനറ്റ്ലി വി എം = 230 ആണെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും വി ആർ എം എസ് വിൽ ബി = Vm/√2. സോ വിച്ച് ഈസ് നത്തിങ് ബട്ട് 230/√2. ആൻഡ് സിമിലർലി എനിക്ക് എഴുതാൻ പറ്റും ഐ ആർ എം എസ് വിൽ ബി = Im/√2, which is nothing but 20/√2. കറക്റ്റ് ആണ്. സോ അടുത്ത എന്താണ്? cos phi കൂടി വേണ്ടേ ആക്റ്റീവ് പവർ എഴുതാനായിട്ട്? cos പവർ ഓർ phi = എങ്ങനെ എഴുതാൻ പറ്റും? phi = which is nothing but, നോക്കിക്കേ, വോൾട്ടേജ് 100 പൈ ടി ആണ്, കറണ്ട് π/3 ലാഗിലാണ് കിടക്കുന്നത്. കറണ്ട് π/3 ലാഗ്, π/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് 60 ഡിഗ്രി, റൈറ്റ്? സോ 60 ഡിഗ്രി. സോ എനിക്ക് എഴുതാൻ പറ്റും ദ ആക്റ്റീവ് പവർ P = VRMS × IRMS × cos phi, which is nothing but VRMS എത്രയാണ്? 230/√2 × IRMS എത്രയാണ്? 20/√2 × cos phi എത്രയാണ്? cos 60. കറക്റ്റ് അല്ലേ? സോ നോക്കിക്കഴിഞ്ഞാൽ 230 × 20 കറക്റ്റ് ആണോ? 230 × 20/2 again by2. cos 60 പറയുന്നത് 1/2 അല്ലേ? സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം 4, 4, 5, 235, 5 എത്ര? 23 × 5, 5 5 ഇഷ്ടം 1, 2 10, 1 11, which is nothing but 1150 watt. So that is the final answer. ഇത്രയുള്ള പരിപാടി കേട്ടോ. സോ നിങ്ങൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്ഷൻ ബി ആണ് 1150 വാട്ടാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അടുത്ത ക്വസ്റ്റിനിൽ പോയാലോ? അടുത്ത ക്വസ്റ്റിനിൽ പോവാം. ശ്രദ്ധിക്കാം. In a linear system, an input of 5 sin omega t produces an output of 10 cos omega t. The output corresponding to input 10 cos omega t will be. വളരെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് വെരി ലോജിക്കൽ ക്വസ്റ്റ്യൻ ആക്ച്വലി കേട്ടോ. ഒരു ലീനിയർ സിസ്റ്റം ആണ് കേട്ടോ. ലീനിയർ സിസ്റ്റം അതിനകത്ത് ആദ്യം നമ്മൾ ഒരു 5 sin omega t കൊടുത്തപ്പോൾ അവൻ എന്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തെന്നാണ് പറയണത്? 10 sin omega t ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. 10 cos omega t പ്രൊഡ്യൂസ് ചെയ്തു. ക്വസ്റ്റ്യൻ ഇതാണ്, അടുത്ത പ്രാവശ്യം ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയാണോ? 10 cos omega t ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. വളരെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് എ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആക്ച്വലി. സോ നോക്കിക്കുക, ഒരു സിസ്റ്റം ഉണ്ട്. ഒരു സിസ്റ്റത്തിൻ്റെ നേച്ചർ പറഞ്ഞിട്ട് ലീനിയർ സിസ്റ്റമാണ്. ഓക്കെ, ഇൻപുട്ടിന് പ്രൊപ്പോർഷനായിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ ലീനിയർ സിസ്റ്റം ജനറലി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അഡിറ്റിവിറ്റിയും സൂപ്പർ പൊസിഷനൊക്കെ ഒബേ ചെയ്യുന്ന സിസ്റ്റമാണ് ലീനിയർ സിസ്റ്റം. അത് വേറൊരു കൺസെപ്റ്റാണ്, നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സിഗ്നൽസിൽ. ബട്ട് ആസ് ഓഫ് നൗ ഇൻപുട്ടിന് പ്രൊപ്പോർഷനായിട്ട് പല ഇൻപുട്ടിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി പ്രൊപ്പോർഷനായിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ ലീനിയർ സിസ്റ്റം എന്ന് വളരെ ചെറുതാക്കി മനസ്സിലാക്കി വയ്ക്കാം. ഇൻപുട്ട് 5 sin omega t ആകുമ്പോൾ ഔട്ട്പുട്ട് 10 cos omega t ആവണമെങ്കിൽ ഇവിടെ നടക്കുന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം? ഇവിടെ നടക്കുന്ന ട്രാൻസ്ഫർമേഷൻ എങ്ങനെയായിരിക്കണം? ഇവിടെ നടക്കുന്ന ട്രാൻസ്ഫർമേഷൻ എന്താണ് മക്കളെ? നോക്കിക്കേ, ഇൻപുട്ടിനെ × 2 ചെയ്ത് d/dt ഓഫ് ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ലെന്ന് നോക്കിക്കേ. കറക്റ്റാണ്. നോക്കിക്കേ, ഇൻപുട്ടിനെ × 2 ചെയ്തു, 5നെ × 2 ചെയ്യുമ്പോൾ 10 കിട്ടി. അടുത്തത് sin omega t ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ cos omega t. അത്രയേ ഉള്ളൂ ഈ സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷൻ. സോ ഈ സിസ്റ്റം ചെയ്യുന്നത് ഇതാണ്.
ഇൻപുട്ടിനെ ഇൻഡു ചെയ്ത് ഇൻഡു 2, അതായത് ഇൻപുട്ടിൻ്റെ ഈ മാഗ്നിറ്റ്യൂഡിനെ ഇൻഡു 2 ചെയ്തു. കറക്റ്റ് പറയണത് ഈ മാഗ്നിറ്റ്യൂഡിനെ ഇൻഡു 2 ചെയ്തു. മാഗ്നിറ്റ്യൂഡിനെ ഇൻഡു 2 ചെയ്തു. കറക്റ്റാ. ഈ മാഗ്നിറ്റ്യൂഡിനെ ഇൻഡു 2 ചെയ്തു. ബാക്കി വരുന്ന പോർഷനെ d/dtf ഇൻപുട്ട് ചെയ്തു. സിമ്പിൾ കറക്റ്റാ. ബാക്കി വരുന്ന പോർഷനെ d/dtf ഇൻപുട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സിമിലർലി നോക്കിക്കഴിഞ്ഞാൽ 10 cos ωt കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് നോക്കിക്കേ. ഈ മാഗ്നിറ്റ്യൂഡിനെ ഇൻഡു 2 ചെയ്യണം അല്ലേ. മാഗ്നിറ്റ്യൂഡിനെ ഇൻഡു 2 ചെയ്യും. സോ വിച്ച് ഈസ് മാഗ്നിറ്റ്യൂഡിനെ ഇൻഡു ചെയ്ത് cos ωt-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്ത് കിട്ടും? sin ωt. ദാറ്റ് ഈസ് മൈനസ് sin ωt. So the answer will be option D, -20 sin ωt. Simple. മനസ്സിലായോ? കഴിഞ്ഞില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. സമയം നോക്കട്ടെ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കറണ്ട് ഐ ഇൻ ദ ഗിവൻ സർക്യൂട്ട്. അതിനകത്ത് ആ ക്വസ്റ്റ്യനകത്ത് ആ ഐയുടെ പൊളാരിറ്റിയിൽ ചെറിയൊരു മാറ്റം വരുത്തുക. ഞാൻ ഈ വരയ്ക്കുന്ന പോലെ പൊളാരിറ്റി ആക്കണം കേട്ടോ. സോ ഈ പൊളാരിറ്റി ഈ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. ഇതാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ സർക്യൂട്ട് ഇങ്ങനെ ഇടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ആൻസർ കിട്ടത്തുള്ളൂ കേട്ടോ. ആ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഇടുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രശ്നങ്ങൾ വരും. നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. സോ ഇതിൽ കൂടെ ഐ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. ഐ എന്ന് പറയുന്ന കറണ്ട് ഇതിലൂടെ പോകുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ സർക്യൂട്ട് ദാറ്റ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൂടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ മൈനസേ വരത്തുള്ളൂ. നമുക്ക് നോക്കാം. KVL അപ്ലൈ ചെയ്യാം. 12 - 4 × I -2 × V0 കറക്റ്റാ. +4 -6 × I കറക്റ്റ് അല്ലേ. -6 × I. കാരണം 6 ഓമിന് അക്രോസ് I കറണ്ട് കാരണം ഉണ്ടാകുന്ന ഡ്രോപ്പ് എത്രയായിരിക്കും? -6 × I തന്നെയല്ലേ. പ്ലസ് ഇൻറ്റു മൈനസ് പറയുന്ന ഡ്രോപ്പ്. -6 × I = 0. ഇനി നമുക്ക് നോക്കിയാലോ ഒന്നുകൂടി. 12 - 4I -2 × V0 എന്ന് പറയുന്നത് എത്രയെന്ന് കണ്ടു? -6I അല്ലേ. V0 പറയുന്നത് ഈ വോൾട്ടേജ് ആണ്. ഈ വോൾട്ടേജ് പറയുന്നത് എത്രയാണ്? -6 × I ആണ്. കറക്റ്റ് അല്ലേ? കറക്റ്റല്ലേ. ഇതിനെക്കുറിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? -6 × I. ഇതവിടെ എഴുതിയിട്ടുണ്ടല്ലോ. സോ ഈ -6 × I എന്ന് മാറ്റാൻ പറ്റും. +4 -6I = 0 എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇസ് നത്തിങ് ബട്ട് നോക്കിക്കേ. 12 - 4I +12I കറക്റ്റാണോ? +4 -6I = 0 നോക്കിക്കേ. വിച്ച് ഇസ് നത്തിങ് ബട്ട് 12 + 4 16. ഈ ഒരു 12 8. 8 ൽ 6 എത്ര കിട്ടും? 2 അല്ലേ. കറക്റ്റ് അല്ലേ. 4 6 4 10 + 2 -2I എന്ന് കിട്ടും. കറക്റ്റ് ആണോ? സോ I = ഡെഫിനറ്റ്ലി -8 ആംപിയർ. സോ I will be equal to what? -8 ആംപിയർ. സോ നമ്മുടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ എ ആണ് ആൻസർ. -8 ആംപിയർ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലല്ല കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ദാറ്റ് ഈസ് എ കൺക്ലൂഷൻ. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ ഫിഗറിലെ പൊളാരിറ്റി ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആവും. അത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ഇവിടെ പ്ലസും ഇവിടെ മൈനസും വെച്ചിട്ടാണ് അവർ ഫിഗറിൽ തന്നിരിക്കുന്നത്. ഫിഗറിൽ വെച്ച് നോക്കുമ്പോൾ കറണ്ട് ഇവിടെ കൂടെ വരുമ്പോൾ ഇവിടെ പ്ലസും ഇവിടെ മൈനസേ ആവത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഫിഗറിൽ എറണ്ടെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ = -8 ആംപിയർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റിൽ പോയാലോ? നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ കറണ്ട് ഐ ഇൻ ദ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് തന്നിട്ട് അതിനകത്ത് കറണ്ട് കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കാം. വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലേ. വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സിമ്പിൾ KCL ഈ ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യാൻ മതി. ഓക്കെ, അപ്ലൈ KCL at A. അത്ര മാത്രം ചെയ്താൽ മതി. നമുക്ക് നോക്കാം. ദ ഇൻകമിങ് കറണ്ട് 0.5 × I0 പ്ലസ് ഈ ഒരു ഇൻകമിങ് കറണ്ട് 3 = പുറത്തേക്ക് പോകുന്ന ഔട്ട് ഗോയിങ് കറണ്ട് ആയിട്ടുള്ള I0. മനസ്സിലായ? ദാറ്റ് ഇസ് നത്തിങ് ബട്ട് -0.5 × I0 = -3 or I0 will be simple equal to
3 by 0.5, which is nothing but 6 ampere. So that is the final answer. Plus 6 ampere, right? Plus 6 ampere. So the option A is the answer, 6 ampere, correct. അടുത്തേക്ക് പോവാം. ഇവിടെ കേസിൽ എടുക്കണം എന്നുള്ള ആ ഒരു സാധനം ക്ലിക്കായില്ലെങ്കിലാണ് മൊത്തം നമുക്ക് തെറ്റിപ്പോവുക കേട്ടോ. പിന്നെ നമുക്ക് കിട്ടത്തേ ഇല്ല അത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കറണ്ട് I of t equal to is equal to എത്രയും തന്നിട്ടുണ്ട് നോക്കാം. 6 sin of 2 pi ft, കറക്റ്റാ? ഓക്കെ. ആംപിയർ with the frequency f is equal to 50 Hz passes through a coil with an inductance of 2 millihenry. The net change in the energy stored in the coil over a time interval of 20 millisecond. അതായത് ഈ ഒരു കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 6 sin 2 pi ft with the frequency of f is equal to എത്രയും തന്നിട്ടുണ്ട് 50 Hz. ഓക്കെ, f is equal to 50 Hz. കണ്ടുപിടിക്കുന്നത് എന്താണ്? പാസസ് ത്രൂ എ കോയിൽ, ഒരു കോയിലൂടെ കടന്നു പോകുന്നുണ്ട് വിത്ത് ആൻ ഇൻഡക്ടൻസ് ഓഫ് 2 millihenry. ഇൻഡക്ടൻസിൻ്റെ വാല്യൂ L is equal to 2 millihenry ഉള്ള ഒരു കോയിൽ കൂടെ കറണ്ട് പോകുന്നുണ്ട്. The net change in the energy stored in the coil over a time period of 20 millisecond. 20 millisecond ടൈം പീരീഡിൽ 20 millisecond ടൈമിൽ എത്ര നെറ്റ് എനർജി ചേഞ്ച് അതിനകത്ത് സംഭവിക്കുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഒബ്സർവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി ഈക്വൽ ടു 50 Hz എന്ന് പറയുമ്പോൾ ടോട്ടൽ ടൈം പീരീഡ് ഓഫ് ദി സൈക്കിൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് എത്ര കിട്ടും? 1/50, വിച്ച് ഇസ് നത്തിങ് ബട്ട് only 20 millisecond. വിച്ച് മീൻസ് ഈ ഒരു സൈക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എടുക്കുന്ന ടോട്ടൽ ടൈമാണ് 20 millisecond. 20 millisecond എന്ന് വെച്ചാൽ ആദ്യത്തെ 10 സെക്കൻഡ് ഇവിടെയും ആദ്യത്തെ 10 സെക്കൻഡ് ഇവിടെയും. അപ്പോൾ ആദ്യത്തെ 10 സെക്കൻഡ് കൊണ്ട് ഇൻഡക്ടർ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അടുത്ത പർട്ടിക്കുലർ എമൗണ്ടിൽ അത് എന്ത് ചെയ്യും? ഡെലിവർ ചെയ്യും. ആ എനർജിനെ മൊത്തം ഡെലിവർ ചെയ്യും. മനസ്സിലായ? ചാർജ് ചെയ്യും, അടുത്തതിനെ ഡിസ്ചാർജ് ചെയ്യും, ചാർജ് ചെയ്യും, അടുത്തതിനെ ഡിസ്ചാർജ് ചെയ്യും. സോ ഓവർ എ കംപ്ലീറ്റ് പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദ നെറ്റ് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 0 watt ആണ്. വളരെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റൻ ആണ്, വളരെ ഒബ്സർവ് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. സോ ദ ആൻസർ വിൽ ബി സിംപ്ലി 0 joule. ഓപ്ഷൻ സി 0 joule. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റൻ. In the given circuit with shown the ideal 5 volt DC source, the magnitude of the total current drawn from the source at a steady state is magnitude of the total current drawn from the source at a steady state. നോക്കാം, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട് കേട്ടോ, പ്ലസ് മൈനസ് 5 volt DC എന്നടുത്ത് പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ സന്തോഷം. കണ്ടുപിടിക്കേണ്ടത് അറ്റ് സ്റ്റഡി സ്റ്റേറ്റിൽ ഇതിൽ കൂടെ ഈ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കറണ്ട്? ദാറ്റ്സ് ഓൾ. സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് സി വിൽ ബി ഓപ്പൺ സർക്യൂട്ട്. കറക്റ്റ് അല്ലേ? ഇത് സ്വിച്ച് ഓൺ ചെയ്ത് ഇതെങ്ങനെ ചാർജ് ചെയ്ത് ഫൈനലി മാക്സിമം ചാർജ് ആയി കഴിഞ്ഞാൽ എന്തായും? കപ്പാസിറ്റർ വിൽ ബി ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ കറണ്ട് ത്രൂ ദിസ്. ദ കറണ്ട് വിൽ ബി സീസ്ഡ്, സ്റ്റോപ്പ്ഡ്. കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ എന്തായി? സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങും. ഫുള്ളി ചാർജ് ആയി എന്തായി? ഇതാ ഈ ടെർമിനലിലെ പൊളാരിറ്റി ഇല്ലേ, ഇത് നേരെ, അതായത് ഇനി ഇവിടുന്ന് പുഷ് ചെയ്യാനൊന്നും ഇല്ലാത്ത അവസ്ഥയ്ക്ക് പോകും. അപ്പോഴാണ് കപ്പാസിറ്റർ ചാർജിങ് മതിയാക്കുക. മനസ്സിലായോ? പർട്ടിക്കുലർ ടൈം പീരീഡിനനുസരിച്ചിട്ട് ടൈം കോൺസ്റ്റൻറ്റ് RC വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. ചാർജ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ഫുള്ളാവും. ചാർജ് ഫുള്ളായാൽ അവിടെ നിന്ന് പുഷ് ചെയ്യാനൊന്നും ഇല്ലാത്ത അവസ്ഥയാവും. ഇവൻ കറണ്ടിനെ അവിടെ നിർത്തും. കപ്പാസിറ്റർ വിൽ ബി ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ട്. സോ ദ സർക്യൂട്ട് അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് വിൽ ബി സിംപ്ലി ദിസ് മച്ച്. ഇവൻ ഉണ്ടാവില്ല. ഇത് ഓപ്പൺ ആയി പോയി കഴിഞ്ഞാൽ ഈ ഭാഗമേ ഇല്ല. ബാക്കി എന്ത് കിട്ടും? സിംപ്ലി ഇത് മാത്രമാവും സർക്യൂട്ടിൻ്റെ അവസ്ഥ കേട്ടോ. സോ ദിസ് ഈസ് ദ കറണ്ട് I. So current I will be nothing but 5 amperes. So that is the final answer. So the answer will be option D, 5 ampere. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റിൽ പോയാലോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. An ideal air cooled coil has an inductance of 2 millihenry. The number of turns of the coil is doubled and its length halved
assume that the inner cross-sectional area of the core is constant, the new inductance of the altered air-cored coil cable will be. ഒന്നുമില്ല, nothing. Basic equation of inductance എന്ന് പറയുന്നത് എന്താണ്? mu0 mu r into n square a by l. കറക്റ്റ് അല്ലേ? അവർ പറഞ്ഞിട്ട് നോക്കിക്കേ, ഇത് ഐഡിയൽ എയർ കോഡ് കോയിൽ പറയുമ്പോൾ അവൻ എന്താണ് mu r = 1 ആണ്. കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. coil had inductance of 2 millihenry. Normally എയർ കോഡ് കോയിലിൻ്റെ ഇൻഡക്ടൻസ് പറയുന്നത് 2 millihenry തന്നിട്ടുണ്ട് കേട്ടോ. സോ L1 = 2 millihenry തന്നിട്ടുണ്ട്, നല്ല കാര്യം. The number of turns of the coil is doubled and its length halved. Assume that the inner cross-sectional area of the core is constant. The new inductance. അതായത് നമ്പർ ഓഫ് ടേൺസ് ഡബിളും ചെയ്തു, ലെങ്ത് ഹാഫും ചെയ്തു എന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ നമ്പർ ഓഫ് ടേൺസും നമ്മൾ ഓൾട്ടർ ചെയ്തു, എല്ലും ഓൾട്ടർ ചെയ്തു. എ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷന് ബേസിക്കലി ഇങ്ങനെ എനിക്ക് എഴുതിക്കൂടെ, n² l എന്ന് എഴുതിക്കൂടെ. ബിക്കോസ് എ ആൾട്ടർ ചെയ്യുന്നില്ല, mu0 mu r ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഓൾട്ടർ ചെയ്യുന്ന ആൾക്കാർ n² l മാത്രമാണെങ്കിൽ l പ്രൊപ്പോർഷണൽ ടു n² എന്ന് എനിക്ക് എഴുതാനായിട്ട് സാധിക്കും, വിച്ച് ഇസ് നത്തിങ് ബട്ട്. സോ ഇനീഷ്യലി സപ്പോസ് എൽ എന്ന് എടുത്തോട്ടെ, അതിനെ ഇനീഷ്യലി തന്നിട്ടുണ്ട് 2 millihenry. അപ്പോൾ 2 millihenry വിൽ ബി പ്രൊപ്പോർഷണൽ ടു n² l ആണ് കേട്ടോ. n² l ഇക്വേഷൻ നമ്പർ 1. അടുത്തത് എന്താണ്? നമുക്ക് എക്സ് ആണ് നമുക്ക് അറിയാത്തൊരു ഇൻഡക്ടൻസിൻ്റെ വാല്യൂ. അത് എത്രയെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡബിൾ ചെയ്യണം അല്ലേ, ലെങ്ത്തിന് ഡബിൾ, നമ്പർ ഓഫ് ടേൺസിന് ഡബിൾ ചെയ്തു. സോ n വിൽ ബിക്കം 2n സ്ക്വയർ ഡിവൈഡ് ബൈ എല്ലിനെ ഹാഫ് ചെയ്തു, l ബിക്കം l/2. l ബിക്കം എന്തായി l/2 ആയി. ലെറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. 1/2 ചെയ്ത് കഴിഞ്ഞാൽ 2 millihenry divided by x is equal to കേട്ടോ. 2 millihenry divided by x is equal to നോക്കിക്കേ, n² l ഡിവൈഡ് ബൈ 4n² ഡിവൈഡ് ബൈ l ഇതെവിടെ ഇൻറ്റു 2 ഈ 2 മുകളിൽ പോലെ ഇവിടെ 2 കിട്ടും. കറക്റ്റ് അല്ലേ? ഫൈൻ. സോ ഇറ്റ് വിൽ ബിക്കം n² l n² l ഒക്കെ ഇവിടെ ക്യാൻസലായി പോയി. ബാക്കി എന്തുണ്ട്? 8 മാത്രമുണ്ട് അല്ലേ. സോ എനിക്കിങ്ങനെ എഴുതാൻ പറ്റും. ഒന്നുകൂടി ഭംഗിയായിട്ട് തന്നെ എഴുതും, നമുക്ക് ഡൗട്ട് വേണ്ട. n² l ഇൻറ്റു l ഡിവൈഡ് ബൈ 8n². കറക്റ്റ് അല്ലേ? സോ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി 1/8 കിട്ടും. സോ വിച്ച് ഇസ് നത്തിങ് ബട്ട് 2 millihenry divided by x is equal to 1/8. So 16 millihenry will be the x. So the unknown inductance will be nothing but 16 millihenry. So the option B, 16 millihenry will be the final answer. That's all. So അടുത്ത നല്ല കുറച്ച് കോഴ്സുകളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.